കരീം മാഷ്, നമ്മുടെ MC ആയിരുന്ന ബാലേന്ദ്ര സാർ, എല്ലാവരും ഇന്ന് മോർണിംഗ് മീറ്റിൽ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ബാലേന്ദ്ര സാർ സ്വാഗതം ചെയ്തതുപോലെ ഞാനും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തി. ഉസ്മാൻ ദാരിമി, വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്ത് പന്തിപ്പൊയിലാണ് പ്രദേശം. വളരെ സന്തോഷത്തോടെ ഈ രാവിലെ നമുക്കിങ്ങനെ സംഗമിക്കാൻ അവസരം തന്ന ദൈവത്തിന് സർവസ്തുതിയും അർപ്പിക്കുകയാണ്. നല്ലൊരു ഗീതത്തിലൂടെ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു. നമ്മുടെ മനസ്സൊക്കെ ഒരു പ്രാർത്ഥനയിലേക്ക് കുറഞ്ഞ നേരം കൊണ്ടുപോയിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരോട് എന്നോടൊക്കെ പറയാനുള്ള, ഓർമ്മപ്പെടുത്താനുള്ളത്, സത്യത്തില് ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ, നമ്മുടെ ശരിക്കും കച്ചവടമാണല്ലോ, കച്ചവടത്തിലേക്ക് കടന്നു വരാനുണ്ടെങ്കിലും എന്നെ പ്രധാനമായി ആകർഷിച്ചിട്ടുള്ള വിഷയം ഇതിലെ നോമിനി ഫെസിലിറ്റിയാണ്. എന്നെ ആദ്യം ഇത് പരിചയപ്പെടുത്തിയ ആൾ ഇന്നും നമ്മോടൊപ്പം ബിസിനസ്സിലോ അതില്ലെങ്കിൽ വിവരം തന്നെ അറിയാത്ത കുറെ കാലങ്ങളായി. എന്നാൽ പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് വളരെ നേരത്തെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയിരുന്നു. അന്നും ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥാണ്. പിന്നെ സയ്യിദ് മുഹമ്മദ് ഷാഫി തങ്ങളും നൗഫൽ സാറും ഒക്കെ നിരന്തരമായി ഫോളോ ചെയ്ത് ഇത് പറഞ്ഞു തരികയും ഇതിന്റെ ആവശ്യവും ഇതിന്റെ ഗൗരവവും ഇതിന്റെ മഹത്വം ഒക്കെ മനസ്സിലാക്കി തന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, നമ്മളൊക്കെ രക്ഷപ്പെടാനും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് കരുതി വന്നവരായിരിക്കും. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. നമ്മൾ ഒരുക്കിയെടുക്കുക എന്ന് പറയുമ്പോഴേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊരു കച്ചവടമാണല്ലോ. കച്ചവടം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിലെ പ്രധാന ഇടപാടാണ്, വളരെ പ്രധാനപ്പെട്ട ഇടപാടാണ്. കച്ചവടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പുരാതന കാലം മുതൽ കറൻസികളും നോട്ടുകളൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കച്ചവടമുണ്ട്. അതിൻ്റെതായ രീതികളുണ്ട്. കച്ചവടം ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ വിഭവങ്ങൾ സമാഹരിക്കാൻ മനുഷ്യർ ഉപയോഗിച്ചത് കച്ചവട രീതിയാണ്. അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിഭവ സമാഹരണങ്ങൾ നടന്നിട്ടുള്ളത്. സത്യത്തില് ഒരു ചലനാത്മകമായ അനക്കമുള്ള ഒരു സമൂഹത്തിന് വളരെ അനിവാര്യമായതാണ് കച്ചവടം. അവിടെ അനക്കങ്ങൾ ഉണ്ടാകുള്ളൂ. മനുഷ്യന്റെ വളർച്ചയിൽ, അവന്റെ പുരോഗതിയിൽ കച്ചവടത്തിന് വലിയ പങ്കുണ്ട്. ചില സംസ്കാരങ്ങളും ചില ആദർശങ്ങളും ഒക്കെ കൈയടത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും നമ്മൾ കച്ചവടം നടക്കുന്നത് പോലെ തന്നെ നടന്നത് കച്ചവടത്തിലൂടെയാണ്. സാംസ്കാരികമായ നല്ലൊരു കൈമാറ്റം നടന്നത് കച്ചവടത്തിലൂടെയാണ്. വൈജ്ഞാനിക വളർച്ചകൾ ഉണ്ടായത് കച്ചവടത്തിലൂടെയാണ്. അതിനൊക്കെ കച്ചവടം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യന്റെ സാമൂഹികമായ, സാംസ്കാരികവുമായ, ധാർമ്മികമായ, സാമ്പത്തികമായ വളർച്ചയുടെ അടിക്കല്ലാണ് കച്ചവടം. എന്തിനാണ് തുടക്കത്തിലെ മറ്റാമുഖങ്ങളൊന്നും ഇല്ലാതെ ഞാൻ അതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? എന്നെ കേൾക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ആദ്യം ബോധ്യപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏർപ്പാടും നമ്മൾ വന്നുപെട്ടിട്ടുള്ളതും ചില്ലറയല്ല, അത് മഹത്വമുള്ള ഒരു സംഭവമാണ് എന്ന് അവനവനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ഏത് പ്രയാസങ്ങളും, ഏത് പരിഹാസങ്ങളും, ഏത് പ്രതിസന്ധികളും, ഏത് പ്രതിബന്ധങ്ങളും എല്ലാം നമുക്ക് വളരെ കൂളായി, നിസാരമായി തോന്നും. കാരണം നമ്മുടെ ലക്ഷ്യം ഇതാണ്, നമ്മൾ ജീവിക്കുന്ന ലക്ഷ്യം ഇതാണ്.
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര വലിയൊരു മേഖലയിലാണ് വന്നുപെട്ടത് എന്ന് പറയുമ്പോ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോ ആ ബോധ്യപ്പെടുത്തൽ കൊണ്ട് നമുക്കുണ്ടായിത്തീരുന്നത് ഞാനൊരു കച്ചവടക്കാരനാണ് എന്ന്. ആ കച്ചവടത്തിന്റെ രീതിയിലെ എല്ലാ മേഖലകളും ഇത് ഒത്തു വന്നിട്ടുള്ള ഒരു സെല്ലിലാണ്. ട്രഡീഷണൽ പരമ്പരാഗത കച്ചവടം, ഡയറക്ട് സെല്ലിംഗ് ഒന്നുമല്ല പറയുന്നത്, കച്ചവടം. ഈ കച്ചവടത്തിന് നല്ല നിലയിൽ സത്യസന്ധമായി ചെയ്യാൻ പറ്റാവുന്ന, നമ്മൾ മറ്റുള്ള ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കച്ചവടം പറയുന്നതിന് പകരമായി നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിലേക്കാണല്ലോ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നടക്കുന്നതാണ്. നല്ല ധാർമ്മികത പഠിപ്പിക്കുന്ന, സംസ്കാരം പഠിപ്പിക്കുന്ന, നല്ല വിജ്ഞാനം ഉണ്ടാകുന്ന, പരസ്പരം സ്നേഹം ഉണ്ടാകുന്ന, സൗഹാർദ്ദം ഉണ്ടാകുന്ന, സത്യസന്ധമായി ചെയ്യാൻ പറ്റാവുന്ന ഒരു കച്ചവടത്തിലൊക്കെ വന്നുപെടുകയും അതിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് നമ്മളൊന്ന് ബോധ്യപ്പെടുത്തണം. എന്തിനാണെന്ന് നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തുന്നത്? നമ്മളോട് തന്നെ നമ്മളിത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും, ഞാൻ ഈ മേഖലയിൽ നമ്മളിപ്പോ കുറച്ചായി ഇടപെടുമ്പോഴേ ചില ആളുകൾക്ക് ഞാനിങ്ങനെ ഒന്ന് സ്വകാര്യമായിട്ട് ചെയ്യട്ടെ, കുറച്ച് ആളുകളോട് എങ്ങനെ പറയാം. ചില ആളുകൾ അതിൻ്റെ ഇടയിലൊക്കെ എന്താ പണിയെന്ന് ചോദിച്ചാൽ ഒരു ഉപകാരമില്ലാത്ത അവൻ ചെയ്യുന്ന മറ്റേതെങ്കിലുമൊക്കെ മേഖല പറയുന്നത് പോലെ അതിത്ര താല്പര്യത്തോടുകൂടെ നമ്മളും നമ്മുടെ 3 തലമുറയും രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു അവസരം ഞാൻ അതിലാ ഉള്ളത് എന്ന് പറയാൻ മടിയുള്ള ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ബോധ്യപ്പെടുത്താറുണ്ട്. നമ്മള് വളരെ മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്സിലാണ്, കച്ചവടത്തിലാണ് എന്നൊരു ബോധ്യം നമുക്ക് വരാത്തതുകൊണ്ടാണ്. നമുക്ക് വന്നാലല്ലേ മറ്റവരെ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. ഇതിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ആദ്യത്തെ, എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കച്ചവടക്കാരനാണ് എന്ന് ആദ്യം തന്നോട് തന്നെ പറയുകയും തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ പറഞ്ഞ പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ട്, നമ്മളെ പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ വളരെ ചെറുതിലെ, അതായത് ഒരു സുഹൃത്തിനെ അയാളുടെ പഠന മേഖലകളിലും അയാളുടെ പുരോഗതിയിലും ഒന്നിച്ചുള്ളതാണ്. ഞാൻ ആ മേഖല പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് തിരുവനന്തപുരത്ത് കിംഫ്രയിലാണെന്ന് തോന്നുന്നു, അവിടെ വലിയ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, എനിക്കൊരു സൈഡായി എന്തെങ്കിലും ഒരു വരുമാനം, ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാൻ എന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഞാൻ കുറെ മേഖലകൾ മൂപ്പര് കണ്ടുവച്ചതൊക്കെ എന്നോട് ഒരു മുഷാവറ ചെയ്തു, എന്നോട് ചർച്ച നടത്തി, ഒക്കെ കേട്ടു. ഞാൻ പറഞ്ഞു ഞാനൊന്നും വരുന്നു. അദ്ദേഹത്തിന്റെ മലപ്പുറത്തുള്ള വീട്ടിൽ ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നെ ചെയ്യുന്ന, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതൊക്കെ ഇന്നൊക്കെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഡയറക്ട് സെല്ലിങ്, അത് ഇന്നൊക്കെയാണ് എന്ന് പറഞ്ഞ് കേട്ട് ഒക്കെ പറഞ്ഞു. പിന്നെ അത് ഞാൻ അതിലങ്ങ് പറയലോട് കൂടെ അയാളുടെ മുഖഭാവം ഒക്കെ മാറി. എന്നാൽ ഈ രാവിലെ ഞാൻ പറയുന്ന അന്ന് വിളിച്ചതാണ്, പിന്നെ ഇന്ന് വരെ ഫോൺ കോള് പോലും ഇല്ല, ഫോൺ വിളിച്ചെടുക്കും. അയാളങ്ങ് നഷ്ടപ്പെട്ടു. എനിക്കൊരു പ്രയാസം തോന്നിയില്ല. അത്രയേറെ ചില ആളുകൾ ഇത് അറിയാത്തത് കൊണ്ട്, അറിയാത്തതിന്റെ ശത്രുവാണ് നമ്മളിപ്പം പറയാറുണ്ടല്ലോ, അറിയാത്തത് കൊണ്ട് മാറി നിൽക്കുന്ന ആള്. മറ്റു ചില ആളുകൾ പലയിടങ്ങളിലും പല നിലയിലും നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ നമുക്ക് ഒരാളെ ബോധ്യപ്പെടുത്താനുള്ളൂ. അത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളെയാണ്. ഞാൻ പോയത്തെത്തി കുടുങ്ങിയിട്ടില്ല, ഞാൻ പിടിച്ച വള്ളി മോശമല്ല. കാരണം ഏത് മേഖലയിലാണെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുള്ളത് വിജയിച്ചവരുടെ കൂടെ നിൽക്കാനാണ്. അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും വിജയിച്ചവരോട് കൂടെ നിൽക്കുമ്പോൾ അവര് വിജയിച്ച് നമ്മളിപ്പം കാണുന്നിടത്തുനിന്നല്ല, അതിനു വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ചും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചും അവരുടെ പരാജയങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് അവരോട് കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ആ തെറ്റുകളൊക്കെ തിരുത്തി നമ്മളെ അവര് വിജയത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഷുവറാണ്, ഉറപ്പാണ്. അത് നമ്മളൊക്കെ കാണുന്നു. നമ്മൾ നോക്കൂ. അപ്പോ നമ്മൾ ആദ്യം നമുക്ക് ബോധ്യമാകേണ്ടത്, ഞാൻ ചെയ്യുന്ന ബിസിനസ് അത് നല്ലതാണെന്ന്, പ്രൊഡക്റ്റ് നല്ലതാണ്,
പ്ലാൻ നല്ലതാണ് എന്നൊക്കെ നമ്മൾ ബോധ്യാലും മറ്റൊരാളോട് പറയുന്നിടത്തുള്ള സഭാകമ്പം, അതിലെ പ്രയാസം മാറാത്ത ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇനി പറയണ്ട, എന്താന്നറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിത് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ അത് പറയാനൊരു പ്രയാസം. അത് മാറ്റിയെടുക്കണം എന്നാണ് എനിക്ക് ആദ്യം എന്നോടടക്കം പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന എന്തിനാന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ തലമുറകൾക്കൊക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ, നമ്മൾ കുടുംബവും അഭിമാനത്തോടെ ജീവിക്കാൻ നമ്മൾ കച്ചവടക്കാരനായാലും മതിയാവും. ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഒരുപാട് കൊടുക്കലുകളും വാങ്ങലുകളും, നമ്മുടെ സാധനം കൊടുക്കലും വാങ്ങലും, ലാഭം വാങ്ങി വെക്കലും, മേശയിലിടലും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം കൊണ്ടുവരാനും ഒരുപാട് സാംസ്കാരികമായി ധാർമ്മികമായി ഒക്കെ വളർച്ചയിൽ എത്തിക്കാൻ പറ്റാവുന്ന തരത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സാംസ്കാരികമായ മാറ്റങ്ങളും ധാർമ്മികമായ മാറ്റങ്ങളും ഇടപെടലുകളുടെ മാറ്റങ്ങളും ഒരു ലീഡർഷിപ്പിനുണ്ടാകേണ്ട മാറ്റങ്ങളും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുണ്ടാകേണ്ട മാറ്റങ്ങളും ഓരോരോ സമയങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്ന, അത് അനുഭവിച്ച് ജീവിതത്തിലെ പ്രയാസങ്ങളും ഇതിലുണ്ടാകുന്ന നെഗറ്റീവുകളൊക്കെ മാറ്റിവെച്ച് അതിനൊക്കെ നല്ല പോസിറ്റീവായ മേഖലകൾ ഉണ്ടാക്കി നമ്മളോട് പ്രവർത്തിച്ച നല്ല പരിചയസമ്പന്നരായ വിജയിച്ച ലീഡേഴ്സ് നമ്മോടൊപ്പം. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ, ഞാൻ എന്തൊക്കെ നേടിയെടുത്തോ അതിനേക്കാൾ ഏറെ എന്റെ ശേഷം വരുന്ന അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ കാരണമായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ളവർക്ക് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരാണ് വിജയിക്കുന്നത്, ആ ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വിജയിക്കാൻ എന്ത് വേണം? നമുക്കൊരു ബോധ്യം, ഒരു ലക്ഷ്യം ഉണ്ടാക്കണം. ലക്ഷ്യം പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ, പൈസ എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അത് ഒരു വലിയ വിഷയമല്ല, അതും നിർബന്ധമായി വന്നിരിക്കും, അതിന് നമുക്ക് ഡൗട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്റെ ഈ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ എന്റെ കൂടെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്നേക്കാൾ നന്നായി പ്രവർത്തിക്കുന്ന നല്ലൊരു സമൂഹം ഉണ്ടാകണം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ നേരത്തെ കേൾക്കുന്ന നമ്പർ 1 പണക്കാരനായ ബിൽ ഗേറ്റ്സ് 1975 മൈക്രോസോഫ്റ്റ് തുടങ്ങിയപ്പോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ടത്ര, ഒരുപാട് പണം ഉണ്ടാക്കണമെന്നല്ല, ലോകത്തെ ഓരോ വീട്ടിലും ഓരോ മേശയിലും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണം. ആ കമ്പ്യൂട്ടർ ഉണ്ടാകണം എന്നയാൾ അതിനു വേണ്ടിയാ പണിയെടുത്തത്. അതിന് പണിയെടുത്തപ്പോ അയാളുടെ സ്റ്റാഫും അയാളുടെ ടീമും അയാൾ ചെയ്യുന്നതൊക്കെ ആളുകൾ അതിനൊരുങ്ങി ആ സാധനങ്ങൾ വരുത്തിക്കാൻ പണക്ക് വേറെ വഴി നന്നായി വന്നു. എന്നതുപോലെ നമുക്കുണ്ടാകേണ്ട ഒരു ആദ്യത്തെ ഒരു ചിന്തയാണ്, ഇന്ന ആളുകളൊക്കെ നമ്മളെ ലിസ്റ്റ് ഉണ്ടാക്കി, ഇന്ന ആളുകളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഞാൻ അറിയുന്നവരാണ്, അവരൊക്കെ ഈ ബിസിനസ് ചെയ്യുന്നവരാക്കണം. നമ്മുടെ തൊട്ടടുത്ത എല്ലാ വീടുകളിലും, ഞാൻ അറിയാവുന്ന വീടുകളിലും, എന്റെ സ്നേഹിതന്മാരുടെ വീടുകളിലും ഒക്കെ അവർ ഉപയോഗിക്കുന്ന പേസ്റ്റ് എന്റേതാകണം, സോപ്പ് എന്റെ കമ്പനിയുടേതാകണം. ഇങ്ങനെ നമ്മളത് തീരുമാനിച്ച് നമ്മൾ ഇത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചിറങ്ങിയ പണം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. അതിന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സംശയങ്ങൾ മാറ്റിവെക്കണം, നമ്മളുടെ ഡൗട്ട് നമ്മൾ മാറ്റിവെക്കണം. ഡൗട്ട് മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് തീർത്തിട്ട് മാറ്റി വെക്കുന്ന ഡൗട്ടേ മാറി നിൽക്കുള്ളൂ. ഏതൊരു വിഷയവും ഇതിൽ സംശയം വന്നാൽ, ഡൗട്ട് വന്നാൽ, ആ ഡൗട്ട് നമുക്ക് അറിയാവുന്നവർ പറഞ്ഞു തീർത്ത് തരാൻ പറ്റിയ ഒരു ടീം നമുക്കുണ്ടല്ലോ. കമ്പനിയിൽ തന്നെ ഒരുപാട് എന്താ പറയാ, അതിനെ പറ്റിയുള്ള കണ്ടീഷനുകളൊക്കെ നമ്മുടെ സംശയങ്ങൾ തീർക്കാനതിന് സൈറ്റിൽ പോലും നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ സംശയം, ഞാനിത് പറയുന്നത് ഈ ആഴ്ച 1-2 ആഴ്ചകളിലെ എന്റെ കുറെ അനുഭവങ്ങൾ, യാത്രയിൽ ഉണ്ടായിട്ടുള്ള ബിസിനസ്സുമായി പോകുമ്പോഴുള്ള ചില അനുഭവങ്ങളാണ്. എന്ത് പറഞ്ഞാൽ എങ്ങനൊക്കെ പറഞ്ഞാൽ, കഫ്നില് നമ്മളല്ലല്ലോ, കമ്പനിയല്ലേ പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യമായാൽ മറ്റവരോട് പറഞ്ഞാൽ മതി. അപ്പൊ ആ ബോധ്യമാകുന്ന നമ്മൾ വന്ന ആളുകൾക്കൊക്കെ അത് ബോധ്യമായിക്കൊള്ളണമെന്നില്ല. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായി ഉണ്ടെങ്കിൽ അത് അയാളെ ബോധ്യപ്പെടുത്തി അതിന്റെ കാരണങ്ങൾ പഠിച്ച്, ഇല്ലെങ്കിൽ എന്റെ അനുഭവം ഇങ്ങനെയാണ് എന്നതിനെ തുറച്ചു പറയാം. അങ്ങനെ പറയാൻ കിട്ടാവുന്ന അവസരങ്ങൾ വളരെ ചുരുക്കാണ്.
ചില ആളുകൾക്ക് അത് ചില ശാരീരിക ഘടനകളെ കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ജീവിതശൈലി കൊണ്ട്, അല്ലെങ്കിൽ അയാൾക്കുള്ള മറ്റു പ്രശ്നങ്ങളെ കൊണ്ട് ചിലതൊക്കെ ഫലിക്കാതെ വരും. അനുഭവങ്ങൾ മാത്രം പറയാൻ, ആ ഡൗട്ട് നമ്മളിൽ നിന്ന് എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചില്ല, അങ്ങനെ ഉണ്ടാവും, എല്ലാവർക്കും ഒന്നും വന്നോളുന്നില്ല. ആ സംശയങ്ങളൊക്കെ മാറ്റി വെച്ച് അത് തീർത്ത് മറ്റുള്ളവരോട് പറയുമ്പോ നിങ്ങളൊന്നും അല്ല. രണ്ടാമത് നമ്മളോട് ചോദിക്കും, പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രൊഡക്റ്റുമായി നമ്മളിപ്പം പറയാ കഫത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് കുറെ കാണിച്ച ഒരു പ്രയാസമുള്ള ഒരാളോട് നമ്മളിത് പ്രൊഡക്റ്റ് മാറുമോ? കുറെ ആളുകൾക്കൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത അയാൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഇതിനുണ്ട്. മറ്റതേ സമയത്ത് ഒരു 500 റുപ്യ ഫീ കൊടുത്ത് ഡോക്ടറെ അടുത്ത് നിന്ന് ആ ഡോക്ടർ അയാളോട് നിങ്ങളിതൊന്ന് 3 ദിവസം കഴിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വന്നു. 3 ദിവസം തീരുന്നതിന് മുമ്പ് അയാൾ എത്തും. അയാൾ പറഞ്ഞ എന്നാ നോക്ക്, നിങ്ങളൊന്ന് ഈ ഗുളിക മാറി ഒന്ന് കഴിച്ചു നോക്ക്, 5 ദിവസത്തേക്ക് വേറെ ഗുളിക വരും, ആർക്കും പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ കുറെ പൈസ ഒക്കെ മുടക്കിയിട്ട് പിന്നെ ഇതിന് മാറാത്തതിന് നമ്മൾ തൊട്ടടുത്ത ഒരു വലിയ ഹോസ്പിറ്റലിൽ പോകും. ആ ഹോസ്പിറ്റലിൽ നമുക്ക് പരാതികളില്ല. അവിടുന്ന് മേലെ ഹോസ്പിറ്റലുകൾ പോയാൽ നമുക്ക് പരാതികളില്ല. നമ്മൾ ഈ കാശ് കൊടുത്ത് സമയം മനക്കെട്ട് കുറെ വിഷങ്ങളാണ് വാങ്ങിച്ചത് എന്ന് നമുക്ക് ബോധ്യമുണ്ട്, നമുക്കറിയാം, സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒന്ന് നമ്മൾ കൊടുക്കുമ്പോ നമ്മളോടുള്ള ചോദ്യങ്ങൾ പെരുത്താണ്. അത് പലതരത്തിലാണ്, പല രീതിയിലാണ്, അതൊക്കെ ഉണ്ടാകും. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മള് തളർന്നു പോകുന്ന, മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളെ കാണും. എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിലാ ഉള്ളത് എന്ന് നമുക്ക് ബോധ്യമായില്ല, അതുകൊണ്ടാണ്. തീർച്ചയായും അങ്ങനെയാണ്. ചില ആളുകൾ പലരും തുടങ്ങി അങ്ങനെ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. തുടങ്ങി എന്ന് പറയുന്നവര്, ഞാൻ വാങ്ങി എന്ന് പറയുന്നത് ഇപ്പോഴാണോ അറിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മാറിപ്പോകുന്ന, മനസ്സുറപ്പില്ലാത്ത, കൽബുറപ്പില്ലാത്ത ഒരുപാട് ആളുകൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം ഞാൻ പറഞ്ഞു, വളരെ മഹത്തായ ഒരു പണിയാണ് കച്ചവടം എന്ന് പറയുന്ന. രാജ്യത്തിന്റെ നന്മക്കും, രാജ്യത്തിന്റെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മളുടെ ഈ ഓപ്പർച്യൂണിറ്റി, ഈ അവസരം തന്നെ എന്തൊക്കെയാണ്. ഒരുപാട് ഞാനിടക്ക് സൂചിപ്പിക്കുന്നത് പോലെ എന്നെ വല്ലാതെ ആകർഷിച്ചതാണ്. ഒരു ലീഡർ തന്നെ നോക്കേണ്ട സമയത്ത്, കൊച്ചുനാളിൽ തന്നെയും തന്റെ അമ്മയെയും, അതായത് ഇവന്റെ പിതാവിന്റെ ഭാര്യയായ ഒരിക്കലും ഇവരെ നോക്കേണ്ട സമയത്ത് നോക്കാതെ വീട് വിട്ടിറങ്ങി, വീടില്ലാതെ, ജീവിക്കാൻ വകയില്ലാതെ, ഭക്ഷണത്തിന് വകയില്ലാതെ കട്ടപ്പെട്ട് എവിടൊക്കെയോ വീടുകളിൽ കയറി ഭക്ഷണം പിന്നെ അടുക്കള പണിയെടുത്ത് മകനെ പോറ്റി വലുതാക്കി. അപ്പോഴൊന്നും ഈ അച്ഛൻ തിരിച്ചു വരുന്നില്ല, ഈ പിതാവ് തിരിച്ചു വരുന്നില്ല, പിതാവിനെ കാണുന്നില്ല. പക്ഷെ ഈ മോനും മൈ ലൈഫ് ചെയ്തൊരൊറ്റ കാരണം കൊണ്ടാണല്ലോ തനിക്ക് അച്ചീവ്മെന്റുകൾ വന്നപ്പോ, സാമ്പത്തിക സൗകര്യങ്ങൾ വന്നപ്പോ, കാർ അച്ചീവ് ചെയ്തപ്പോ, നല്ല വീടായപ്പോ, ഇതൊന്നുമല്ല എന്റെ അച്ചീവ്മെന്റ്. എന്റെ നേട്ടം എന്ന് പറയുന്നത് എന്റെ അച്ഛനെയും അമ്മയെയും ഒന്നിച്ചൊന്ന് ജീവിപ്പിക്കലാണ്. എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്ന് അച്ഛാ, അല്ലെങ്കിൽ തന്റെ പിതാവിനെ ഒന്ന് വിളിക്കലാണ് എന്ന് പഠിപ്പിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ആ ഒരു അവസരത്തിന്റെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ. നമ്മളത് കണ്ടു. ആ രീതിയിൽ നമ്മൾ ആലോചിക്കും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓർത്തു, നളന്ദ ഓഡിറ്റോറിയത്തിലെ GTS പോയപ്പോ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തൊരു ലീഡർ ബെൽനിസാറിനെ കണ്ടവൻ ബെൽനിസാറിനോട് പറഞ്ഞു, ബെൽനിസാറെ, എനിക്ക് ചെയ്യണമെന്ന് വലിയ ആശയുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഭാര്യ ഒരു നിലക്കും അടുക്കണില്ല, എന്റെ ഭാര്യ സമ്മതിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളോട് പലപ്പോഴും പലരും അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറുപടി, പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്, അത് നോക്കണ്ട, അവർക്ക് തിരിയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബെൽനിസാറ് ഉടനെ പറഞ്ഞു, സാരല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നിങ്ങളെ വരുമ്പോഴൊക്കെ നിങ്ങളെ പിടിച്ചു വെക്കുന്നത്, നിങ്ങളെ തടുത്തു വെക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏതെങ്കിലും ഉടായ്പ കമ്പനിയിൽ ഏതെങ്കിലും ഉടായ്പ ചെന്ന് പെടരുത് എന്ന ഒരു പ്രാർത്ഥനയും പ്രവർത്തനവും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അവരാലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ നോക്കൂ, ആ ലീഡറുടെ മനസ്സിലേക്ക് കടന്നു വന്നൊരു എന്തൊരു മഹബത്ത്, ഒരു സ്നേഹം ആ ഭാര്യ. എന്നാൽ ഇന്ന് ആ ലീഡറുടെ കട്ടക്ക് നിൽക്കുകയാണ് ആ ഭാര്യ, കൂടെ നിൽക്കുകയാണ്. പോകാൻ ചോദിക്കുന്നു, സാധനം എടുത്തു കൊടുക്കുകയൊക്കെ കൂടെ നിൽക്കുന്നു.
ഇത്തരം ഒരു പോസിറ്റീവായ നല്ല ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി. പ്രിയപ്പെട്ടവരെ, തളർത്താൻ 10 പേര് കാണും, നമ്മളെ പുച്ഛിക്കാൻ 100 പേര് കാണും, 100 കണക്കിന് ആളുകൾ നമ്മളെ പുച്ഛിക്കാനുണ്ടാവും. പക്ഷേ ഏത് പ്രതിസന്ധിയിലും സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാലേ നടക്കുള്ളൂ. അത് ചുറ്റോട് പല പോലത്തെ ആളുകൾ ഉണ്ടാകും. പക്ഷെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവും, നമുക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ തന്നെ തീരുമാനിക്കണം. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ അഭിപ്രായം വരെ നിങ്ങൾ ആലോചിക്കണം. ആദ്യം നമ്മൾ പഠിക്കണം ആ പ്രൊഡക്റ്റ് അയാൾക്ക് എവിടുന്ന കിട്ടിയത്. ഞാൻ അന്വേഷിച്ച പലപ്പോഴും എനിക്കുണ്ടായ അനുഭവം, അയാളെ കച്ചവടത്തിന് കിട്ടാൻ വേണ്ടി അയാളുടെ അടുത്ത് വന്ന ആള് അയാളെ ഫ്രീ ആയിട്ട് കൊടുത്താണ്. പൈസ വാങ്ങാതെ കുടിച്ചോക്കിന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കി എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കൊടുത്താണ്. ഇതിന്റെ വില അയാൾക്ക് അറിയാം. പക്ഷെ കിട്ടിയാൽ പോലും ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് മോശം പറയുന്നു. ഒരുപാട്, 1, 2 അല്ല, ഒരുപാടുണ്ട്. ആരോ ഒന്ന് എഴുതി ചോദിക്കുന്നുണ്ട് ഇത് ഹറാമാണെന്ന്. അതിനൊന്നൊക്കെ ആ പറയുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ല എന്നേ പറയാൻ കഴിയുള്ളൂ. ഹറാമാണെന്ന് ഏത് രീതിയിലാണ് പറയാൻ കഴിയുക? കച്ചവടം എന്ന് പറയാൻ കൊടുക്കലും വാങ്ങലും. കൊടുക്കലും വാങ്ങലിൽ പ്രധാനമായിട്ടുണ്ടെന്ന് കൊടുക്കാനുള്ള സാധനം ഉണ്ടാക്കണം. അത് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാക്കണം, അതിന് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ സാധാരണ ഡീറ്റെയിൽസ് DPക്ക് വാങ്ങിക്കുന്നു, MRPക്ക് വിൽക്കുക, അതാണ് കച്ചവടം. കൊടുക്കുന്ന പൈസക്ക് മൂല്യമുള്ള മുതൽ അതുണ്ടാക്കണം. കൊടുക്കുന്നവനും വാങ്ങുന്നവനും തൃപ്തിയുള്ളവരാകണം. വാങ്ങുന്നവന് തൃപ്തിപ്പെടാൻ കഴിയും, കൊടുക്കുന്നവനും തൃപ്തിപ്പെടാൻ കഴിയും. ചതിയില്ല, വഞ്ചനയില്ല, പറ്റിക്കലില്ല, നുണ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഇതെവിടെയാണ് അങ്ങനെ ഒരു മോശമായ ഒരു അവസ്ഥ വരാൻ കഴിയുക? പിന്നെ ഇപ്പൊ നമ്മൾ വാങ്ങി ആ താഴെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ കച്ചവടം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെന്നുള്ളതല്ല. നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും മാറ്റിവെച്ച കാശ് നമുക്ക് കമ്പനി വീതിച്ചു തരുന്നുണ്ട്. അത് മറ്റുള്ളവന്റെ കച്ചവടത്തിന്റെ അവന്റെ ഒരു ഓഹരി പോലും, ഒരു ഭാഗം പോലും മാറ്റാതെ അവന് കൊടുക്കേണ്ടത് അങ്ങനെ തന്നെ കമ്പനി കൊടുത്ത്, കമ്പനി നമുക്ക് തരുന്ന ഒരു പാരിതോഷികമോ അല്ല സമ്മാനമോ സെയിൽസ് ടേൺ ഓവർ ആയി തരുന്ന ആ ബിസിനസിന്റെ ഭാഗമായിട്ട് തരുന്ന. പിന്നെ ഇന്നലെ ഉമർ ഉസ്താദ് ബത്തേരി GTS പറഞ്ഞതുപോലെ, അങ്ങനെ കിട്ടാൻ തുടങ്ങുമ്പോ, അസോസിയേറ്റ് ചെയ്ത ആളുകളിൽ നിന്ന് കിട്ടാൻ തുടങ്ങുമ്പോ ആ അസോസിയേറ്റ് ചെയ്ത ആളുകളോട് കൂടെ തന്റെ ലീഡേഴ്സിനോട് ഒരു കടപ്പാടും ഇല്ല, ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന സെയിൽസ് ടേൺ ഓവർ കൊണ്ട് കിട്ടിയിട്ട് അത് വാങ്ങി ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ തിന്നുന്ന ആളുകളാണ് പിന്നെ ആലോചിക്കേണ്ടത്. ഞാൻ ഇവർക്ക് വേണ്ടി എന്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അവരെ GTSന് കൊണ്ടുപോയിട്ടുണ്ടോ? അവർ GTSന് വിളിപ്പിച്ചിട്ടുണ്ടോ? അവരെ വീട്ടിൽ വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ടോ? അവരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടുന്ന ഒത്താശ ഞാൻ ഇതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തിന്നുന്നവരാണ് ആലോചിക്കേണ്ടത്. അത് കമ്പനിയും കച്ചവടമായിട്ടൊന്നുള്ള ബന്ധമില്ല. അവനവനാണ് അവന് കിട്ടുന്ന വരുമാനങ്ങൾ നല്ല രീതിയിലാക്കിയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കുന്നത് അവന് ഉപയോഗിക്കാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അല്ലാതെ വേറൊന്നും അതിന് ഞാൻ വഴിമാറിപ്പോകുന്നതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ നല്ലൊരു കച്ചവടക്കാരനാണ്, ഞാൻ കച്ചവടത്തിലാണ് വന്നിട്ടുള്ളത്, ഇത് ലോകം അംഗീകരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇതാണ് രക്ഷപ്പെടാൻ രാജ്യത്തിനും നമുക്കും ആവശ്യമുള്ളത്. അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരൊക്കെയും ഇത്തരം കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായി, നമ്മൾ അതിൽ വരാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു പ്രവാചക വചനം കാണാം, അള്ളാഹുവിന് ദൈവത്തിന് ഇഷ്ടമുള്ളത് പൂർത്തീകരിച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഒന്നിലിറങ്ങി അത് പൂർത്തി വൈക്കടെ ഇട്ടേച്ച് പോകുന്ന ഒരുപാടുകൾ കാണുന്നതിലൊക്കെ നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മളുടെ ബിസിനസ്സിലേക്ക് കയറി വരുമ്പോ മറ്റുള്ള ആളുകൾ കഴിവ് കണ്ണോടുകൂടി ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇയാൾക്ക് ഡയറക്ട് സെല്ലിങ്ങിനോട്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനോട് താല്പര്യമുണ്ട്, അപ്പൊ അയാളുടെ ഇതിലേക്ക് പറ്റുന്ന മാറ്റാൻ വേണ്ടിയിട്ട് താൽക്കാലിക ലാഭങ്ങളോട് ഇയാളുടെ പലതും പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇതിലയാൾ നിന്നത് പൂർത്തീകരിച്ചിട്ടില്ല. ഇതിലേക്കൊരു സ്റ്റാൻഡപ്പ് ആകുന്നതിന് മുമ്പ് മറ്റു പലതിലേക്കും ഇങ്ങനെ ചാടി ഇറങ്ങി
ഓടിപ്പോകുന്ന ആളുകൾ. തലബുൽ കുല്ലി ഫൗദുൽ കുല്ലി എന്നൊക്കെ അറബിയിലൊക്കെ പറയാറുണ്ട്. എല്ലാറ്റിന്റെ പിന്നാലെയും പോകുന്നുള്ളൂ. അത്ര ആളുകൾ അങ്ങനെ തന്നെ ഉണ്ടാകുക, ഒരു രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നിൽ അത് പെട്ടതിൽ എവിടെയെങ്കിലും ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇതില് ഒരു 1400 ആളുകൾ ഉണ്ടല്ലോ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട്, ഈ വിഷയം ഒന്ന് വിജയിക്കുമോ എന്ന് സംശയമുള്ള ആളുകൾ, ഇതിലുള്ള നമ്മുടെ സൈറ്റിൽ തന്നെ വിജയിച്ച ആളുകളുടെ വലിയ ലിസ്റ്റ് കാണാം. ആ ലിസ്റ്റ് നമുക്ക് നോക്കിയാൽ കാണാം. അത് മാത്രമല്ല, നമ്മളുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ മനസ്സിനെയും ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ ഡോക്യുമെന്ററികളുടെ എവിഡൻസ് തരാൻ അവർ തയ്യാറാണ്. കോടികൾ വാങ്ങുന്നവർ പോലും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതൊന്നും ആരും തരാൻ കൂട്ടാക്കാത്ത മറ്റു മേഖലകളുണ്ട്, കാണിക്കാത്തവരുണ്ട്. ഇതിൽ യാതൊരു പ്രയാസവും അതിനില്ല. അത് കാണിച്ചു തരാനെന്ന് ബോധ്യപ്പെടുത്താൻ അവർ തയ്യാറാണ്. പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും അതിൽ അടങ്ങിയിട്ടുള്ളതും അതിനെക്കുറിച്ച് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വിജയിച്ചവരുടെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ കൊണ്ട് അവർ വിജയിച്ചതിന്റെയും അവർ ചെയ്ത കട്ടപ്പാടുകളുടെയും ഒക്കെ മേഖലകളിലും നമുക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിൽ അവർ കാണിച്ചു. ചിലപ്പോൾ അത് തീർക്കാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ വിജയിക്കുന്നു. ഇയാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുന്നുള്ള ഉറപ്പാണ്. കാരണം ആ മേഖലയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചങ്ങനാശ്ശേരിക്കാരനായ മുബീൻ മുഹമ്മദ് സാറിന് 1 കോടി മാസത്തിൽ വരുമാനം വരുന്നത് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യലായി 11 നമ്പറൊന്നും ഇല്ല. അയക്കും 10 ID തന്നെ ഉള്ളതും. യുണീക്ക് ഐഡിയുടെ 10 അക്ക നമ്പർ തന്നെ ഉള്ളതും. നമ്മൾ കൊടുത്ത മാതിരി തന്നെ 10 അക്ക നമ്പർ ഫോൺ നമ്പറേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ സൈറ്റ് പോലെ തന്നെ ഒരു സൈറ്റ് തന്നെ അവർക്കുള്ളൂ. ഇന്ത്യ ഷോപ്പി എന്ന് പറഞ്ഞ ഇന്ത്യ ഷോപ്പി, അതുപോലെ തന്നെ അതിന്റെ ഔട്ട്ലെറ്റുകളും നമ്മുടെ ഔട്ട്ലെറ്റുകൾ തന്നെയുള്ളൂ. സ്പെഷ്യലായി കമ്പനി വേറെ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, അവർക്കൊന്ന് ആ വിജയിച്ച ആളുകൾക്ക് ഓരുടെ റാങ്കോ ഗ്രേഡോ അനുസരിച്ച് വ്യത്യസ്തമായ പ്ലാനുകളില്ല, ഒരേ പ്ലാനാണ്. ഇവിടെ കാണുന്ന മറ്റു പലതിലെയും പ്ലാനുകൾ വ്യത്യാസമുണ്ട്. അങ്ങനെ പ്ലാനുകളൊന്നും നമ്മൾ ഇതിലില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു ബേജാറില്ലാതെ ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കഴിഞ്ഞതൊന്നും നമ്മുടെ നഷ്ടങ്ങളല്ല എന്നും കൂടി രണ്ടാമത് എനിക്ക് പറയാനുള്ളതാണ്. കഴിഞ്ഞു പോയ കുറെ സമയങ്ങൾ അതൊന്നും നഷ്ടങ്ങളല്ല എന്ന ഒരു ബോധം നമുക്കുണ്ടാക്കണം. കഴിഞ്ഞു പോയാലും ഇപ്പൊ ഞാനൊക്കെ എപ്പോഴും നമ്മളെ എന്തെങ്കിലും കാണുമ്പോ ഉമർ ഉസ്താദിനൊക്കെ കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. കാരണം 2 വർഷം അതിന്റെ മുമ്പ് 2 വർഷം എന്നോട് ഈ വിഷയം ഇതിന്റെ മുമ്പ് ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തി. കാരണം രാവിലെ വാട്സപ്പ് നോക്കിയാലത്തെ ഉമർ ഉസ്താദിന്റെ വീഡിയോ, ഉമർ ഉസ്താദിന്റെ റിപ്പോർട്ടൊക്കെ വരാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് നഷ്ടങ്ങളായിക്കാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളതിൽ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടങ്ങളായി കണ്ട് ഖേദങ്ങളായി മാറി നിൽക്കാതെ നമ്മൾ നേടാൻ മറന്നുപോയതാണെന്ന ബോധ്യത്തോടുകൂടെ ഇനി ശേഷിക്കുന്ന കാലം ആഗ്രഹിച്ച ജീവിതം, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം മാറ്റണമെങ്കിൽ നമുക്കിനി ആരും വരാനില്ല. അതിന് ഞാൻ തന്നെയാ വരാനുള്ളൂ എന്ന് ബോധ്യം ഉണ്ടാക്കുക. ഇനി ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളുടെ ആവശ്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതെ, മക്കൾ പഠന വിദ്യാഭ്യാസങ്ങൾ, ഡ്രസ്സ് എടുക്കുന്നിടത്ത്, ഭക്ഷണം എടുക്കുന്നിടത്ത്. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, GTS ഉമർ ഉസ്താദ് വന്നിങ്ങനെ ഇരുന്നപ്പോഴേ, ഞങ്ങളോടുകൂടെ ഇങ്ങനെ ഇരുന്നപ്പോ പറഞ്ഞപ്പോഴേ, അതേ പ്രത്യേകിച്ച് വല്ലാതെ വേദനിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എന്നുള്ളവർക്ക് എവിടെയെങ്കിലും ഒക്കെ പോയി പരിപാടി വീടുകളൊക്കെ പോയിട്ട് നല്ല ഭക്ഷണവും ചിക്കൻ പൊരിച്ചതും മട്ടൻ കുറുമയ്ക്ക് ഇങ്ങനെ കാണുമ്പോ കൈ ഇങ്ങനെ അതിലേക്ക് വെച്ച് കുത്തുമ്പോഴേ കണ്ണിന്നിങ്ങനെ കണ്ണുനീരായിരുന്നു വന്നിരുന്നത്. കാരണം എന്റെ വീട്ടിലും എന്റെ മക്കൾക്കും ഒരു നേരം ഇതൊന്നും മര്യാദക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്കിതിങ്ങനെ കിട്ടണുണ്ടല്ലോ എന്ന ഒരു ബോധ്യം ഉണ്ടായത് എന്നെ അന്നേരം എപ്പം ചിന്തിപ്പിച്ചത് തൊട്ടടുത്ത് ഉസ്താദ് ജോലി സ്ഥലത്ത് വൈകുന്നേരം കുളി പറയത്ത് തന്നെ അയാള് വീണ് ആരും കാണാതെ അയാള് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷത്തിലേക്ക് കൊടുക്കട്ടെ. അപ്പോഴേ അയാളുടെ ഒരമ്മോൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, പൊന്നു ദാരിമി, ഇപ്പൊ മക്കള് ഒരു 10 റുപ്യ വേണം ബിസ്ക്കറ്റിനെന്ന് പറഞ്ഞാൽ, ഒരു 10 റുപ്യ ബിസ്ക്കറ്റ്, 10 റുപ്യാന്റെ ഒരു ബിസ്ക്കറ്റ് പേക്ക് വാങ്ങണമെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് ഇട്ട് കൊടുക്കാനില്ല. ആ മക്കളും കുടുംബവും അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് നോമിനി ഫെസ്റ്റിൽ എന്നെ ആകർഷിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. അന്ന് തന്നെ അവിടെ ചെന്നപ്പോഴേ തന്റെ മരിച്ചുപോയ ഭാര്യയുടെ ഐഡിയിൽ 2.10 വാങ്ങുന്ന ഒരു ഇപ്പൊ മലക്ക് പോകാൻ തയ്യാറ് സാറിന് ഒരു സ്വാമിയെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ആ ഭാര്യയെ ഇപ്പൊ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു അവസരം
നമ്മുടെ നമ്മൾ പിന്നെ പരാജയത്തിന് കാരണം നമ്മളാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് ഇത് ഇറങ്ങേണ്ടത്. രാവിലെ ഇറങ്ങുമ്പോ ഒരു കടക്കാരനും തൊട്ടടുത്ത് തുറന്ന് വൈകുന്നേരം വരെ ഇരുന്ന് വീട്ടിലേക്ക് പോകുമ്പോ മേശയിൽ കാര്യമായ അന്നത്തെ കൂലി പോലും എടുക്കാൻ കഴിയാത്ത ഒരുപാട് കച്ചവടക്കാർ രാവിലെ പോകുമ്പോ മഴ ഉണ്ടോ നോക്കണില്ല. രാവിലെ ഇറങ്ങുമ്പോ വേറെന്തെങ്കിലും പ്രയാസം ഉണ്ടോ, എവിടെങ്കിലും ഹർത്താലോ ഭർത്തോ എന്തെങ്കിലും സമരം ഉണ്ടോ നോക്കണില്ല. എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി അന്നത്തെ കട തുറക്കാതിരിക്കാൻ അയാൾ ഒരു കാരണം കണ്ടെത്തുന്നേ ഇല്ല. എങ്ങനെങ്കിലും പോയി തുറക്കുന്നു, വൈകുന്നേരം വരെ ഇരിക്കുന്നു. അതേ സമയത്ത് നമ്മളുടെ ആഴ്ചയിൽ 2-10 വാങ്ങാനും നമുക്ക് ഒരുപാട് ഇൻകം 12 സ്റ്റൈൽ ഇൻകം വാങ്ങാൻ പറ്റുന്ന തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരത്തിൽ വന്നിട്ട് രാവിലെ ഇറങ്ങുമ്പോ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കാരണം ഉണ്ടോ, മോള് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് ആ കല്യാണത്തിന്റെ തലേന്ന് അവിടുന്ന് പോയി വന്നാലോ, എവിടെങ്കിലും മരണം, എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി ഇറങ്ങാതിരിക്കാൻ നമ്മൾ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. മറ്റാർക്കും അങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ പരാജയത്തിന് കാരണം നമ്മളാണ്. എന്നാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മളോട് ഈ പറയുന്ന ഒരാൾക്കും നമ്മളോടുള്ള താല്പര്യം എന്ന് പറയുന്നത് നമ്മൾ രക്ഷപ്പെടണമെന്നല്ല. ഈ അവസരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുമ്പോഴും അവരുടെ കാരണം കൊണ്ട് നമ്മൾക്ക് ഇല്ലാതെയാകുമ്പോഴും ഒരാളും നമുക്ക് പുതിയ അവസരങ്ങൾ തരുന്നില്ല. എന്തെങ്കിലും ഒരു പുതിയ അവസരങ്ങൾ തരണ്ടേ? നമ്മളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോ ഒരാൾക്കും സങ്കടമല്ല തോന്നുന്നത്. അവൻ അങ്ങനെയാണല്ലേ, അവന് പ്രയാസമല്ല നമ്മളോട് തോന്നുന്നത്. നമ്മളെ അപ്പോഴും അവർ പരിഹസിക്കാനാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇല്ലായ്മകളും നമ്മുടെ പോരായ്മകളും ഒരാളോടും പറയാതെ, ബിസിനസ് രംഗത്ത് പ്രത്യേകിച്ചും നമ്മൾ ഉള്ളത് ഇസ്സത്തോടെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കഠിനാധ്വാനത്തിലൂടെ പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാവുന്ന ഒരു വരും തലമുറക്കുള്ള അത് അത്രയല്ലേ നമ്മുടെ ഈ കോഴ്സിൽ ആവശ്യപ്പെടുന്നുള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരവസരത്തിലാണ് നമ്മളുള്ളത്. അപ്പോ ഞാനൊരു കച്ചവടക്കാരനാണെന്ന് മനസ്സിലാക്കിയ പിന്നെ നമുക്കുണ്ടാകേണ്ടത് അതിന്റെ ഓണർഷിപ്പ് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും നമ്മളുടേതാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ഒരാളോട് പറഞ്ഞു, അയാൾ പലതും പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അയാൾ നമ്മളോട് വരാത്തതിന് നമ്മൾ ഒരിക്കൽ പോലും അയാളെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ എന്റെ എന്തോ പോരായോ, ഞാൻ പറഞ്ഞത് പിടിക്കാത്തോണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തിരിയാത്തത് കൊണ്ടാകണം. ഇല്ല, അതൊന്നുമില്ല. എനിക്ക് മനസ്സിലായതുപോലെ മൈ ലൈഫ് ആ സാധുവിന് മനസ്സിലാകാത്ത കൊണ്ടാണ്. മനസ്സിലാകും, വന്നോളും എന്നേ ചിന്തിക്കാവൂ. അത് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാകും. നമ്മൾ കുറെ കാലം പറഞ്ഞു എന്തു പറഞ്ഞാലും കൂട്ടാക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ട് കൂട്ടാക്കാത്തത് എന്താണ്, അനുസരിക്കാത്തത് എന്താണ്? അതിന് കാരണം എനിക്ക് മനസ്സിലായതുപോലെ അയാൾക്ക് മനസ്സിലായില്ലല്ലോ. പാവം ഉണ്ടാവൂലേ, സങ്കടം. അതാ നമുക്ക് വരേണ്ടത്. കസ്റ്റമർ എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിൽ വരുന്ന ആള് എന്ന് പറയുന്നത് അയാൾക്കൊരു ആവശ്യമില്ലല്ലോ നമ്മളുടെ ബിസിനസ്സിൽ വരണമെന്നുള്ളതിന്. ആവശ്യം നമുക്കല്ലേ. അപ്പൊ അതിന്റെ ഓണർഷിപ്പ് നമ്മളല്ലേ ഏറ്റെടുക്കേണ്ടത്. അത് അയാളുടെ മോശമായിട്ട് നമ്മൾ കാണരുത്. നമ്മുടെ മോശമാണ്. നമ്മുടെ മോശം വേണ്ടവർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ അച്ചീവ്മെന്റ് അത് കാണിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ തിരിച്ചു വരാത്ത ഒരാളും ഇല്ല. മറ്റൊന്ന് നമുക്ക് ഇതിൽ ഉണ്ടാകേണ്ട, നമ്മളിതിൽ പഠിപ്പിക്കുന്നത് പോലെ സമയമായി വളരെ നല്ല രീതിയിൽ ഇതിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ നന്ദിയുള്ളവരാകുന്നു എന്നുള്ളത്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റി തന്നുകൊണ്ടിരിക്കുമെന്ന് ദൈവത്തിന്റെ കൽപ്പന ഉണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇലയിലുള്ളത് തിന്നുകൊണ്ടിരുന്നാൽ പിന്നെയും മാപ്പിള തന്നുകൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി ഏറ്റവും നല്ലൊരു അവസരമല്ലേ നന്ദി. അതാർക്കും ഇഷ്ടമല്ലേ? അതാർക്കാ ഇഷ്ടമില്ലാത്തത് പറയാൻ? ഞാൻ നോക്കൂ, ഞാൻ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ മനുഷ്യനെ ഇത് കേറുമ്പോഴത്തേക്ക് എനിക്ക് ബോധ്യമായില്ലേ. എനിക്കും തന്നില്ല. ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞല്ലോ, അയാൾ അറിയോ പോലും ഇല്ല. അയാൾ പിന്നെ കണ്ടിട്ടില്ല. അയാൾക്ക് ഇതിന് പറഞ്ഞത് എനിക്ക് പിന്നെ തങ്ങളെ നമ്പർ തന്നു. ഞാൻ തങ്ങളെ പറഞ്ഞു, ഓഫീസ് സാർ പറഞ്ഞു, കുറെ ലീഡേഴ്സിനെ നമുക്ക് പറയാൻ, അവർ ചെയ്തതിനൊക്കെ ബോധ്യപ്പെടുത്താൻ. പിന്നെ എന്നെ ഇതിന്റെ ഒരു ഉമർ ഉസ്താദിനെ പറഞ്ഞു. ഇങ്ങനെ എന്തുകൊണ്ടാണ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മളിത് പറയേണ്ടത്? നമുക്കിത് പറയുമ്പോൾ ഇപ്പൊ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ല, ഇത് പറയാൻ മടിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പറയുമ്പോൾ വലിയ ആളായി പോകുമോ എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടാവും. ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുക. നമ്മൾ അങ്ങ് മാറി.
ഇതേറ്റവും നല്ല ഒരവസരമാണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഇതിന് പ്രയാസം വിഷമമൊക്കെ ഉണ്ടാവും. പ്രയാസം സഹിച്ച ആളുകൾ മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഞാനിങ്ങനെ ഇന്നലെ ഞാൻ ഒരു കഥ വായിച്ചപ്പോഴേ അത് പ്രത്യേകിച്ച് അത് ഓർമ്മയാകാൻ, ഇന്നലെ മേപ്പാടി പോയപ്പോ എൻ്റെ ഒരു അസോസിയേറ്റ് ഒരു പ്രിയപ്പെട്ട സുബൈർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉച്ചക്ക് നല്ല ഭക്ഷണമൊക്കെ ആക്കിയിട്ടായിരുന്നു അയാൾ നമ്മൾ യാത്ര ആക്കിയത്. നേരത്തെ നമ്മുടെ പൊള്ളനാണ്. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് കളിച്ചിട്ട് പരിക്ക് പറ്റി, കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയോണ്ട്, ചെറിയ മോനാണ്, 7ാം ക്ലാസ്സിൽ അന്നൊന്നും പഠിക്കുന്നത്, മിഥുരാജ്. അപ്പൊ അവനോട് ചോദിച്ചത് എന്താണ്, അവൻ കളിക്കുമ്പോഴാണ് ഏത് കളിയാ ഇഷ്ടം എന്ന് വെച്ചു. അവൻ പറഞ്ഞു എനിക്ക് കളിക്കാൻ ഇഷ്ടം ഫുട്ബോളാണെന്ന്. നന്നായി കളിക്കണം അതൊക്കെ മോനോട് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു കളിക്കാൻ ഫുട്ബോളിലെ ആരെയാണ് ഇഷ്ടം? അവർ റൊണാൾഡോയാണ്. 11ാമത്തെ വയസ്സിൽ രാത്രി 1 മണിക്ക് പട്ടിണി കിടന്നിട്ട് വിശന്നിട്ട് പ്രയാസപ്പെട്ടിട്ട് തിന്നാനൊന്നുമില്ലാഞ്ഞിട്ട് തന്റെ വീട്ടിൽ വരെ പോറ്റാൻ കഴിയാത്ത അമ്മ കഷ്ടപ്പെടുമ്പോഴും കരയുമ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ 1 മണിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത ടൗണിലെ ബർഗർ ഷോപ്പിൽ നിന്നിട്ട് മുന്നിൽ ഇങ്ങനെ നിന്നു. കുറേ നേരം നിന്ന് ചോദിച്ചു, കൊടുത്തില്ല. ആ ഏതോ ഒരു കടയില് പുറമ്പോക്കില് ജീവിക്കൽ ചെക്കനാണെന്ന് കരുതിയിട്ട് അവന്റെ കോലം കണ്ടിട്ട് റൊണാൾഡോക്ക് ഒരു ബർഗർ കൊടുത്താൽ പട്ടിണി മാറും, പക്ഷെ കൊടുത്തില്ല. ഒരുപാട് നേരം കടയുടെ മുമ്പിൽ നിൽക്കുന്ന റൊണാൾഡോയെ കണ്ടപ്പോഴ് ബേക്കിലെ ഒരു സ്റ്റാഫ്, ഒരു ലേഡി ബേക്കിലേക്ക് വിളിച്ചു, എന്നിട്ട് കൊടുത്തു. അന്നത്തെ പട്ടിണി ആ ബർഗർ കൊണ്ട് മാറ്റി. ആ റൊണാൾഡോ നമ്മൾ ആലോചിക്കണം എന്തൊക്കെ ത്യാഗങ്ങൾ പ്രയാസങ്ങൾ സഹിച്ചിട്ട് ഇന്നെന്താണ് അദ്ദേഹത്തിന്റെ ടൗണിന്റെ അദ്ദേഹത്തിന്റെ നാട്ടിലെ ഏറ്റവും വലിയ നല്ല എയർപോർട്ടിന്റെ പേര് ഇപ്പൊ റൊണാൾഡോ എന്നാണ്. ആ മനുഷ്യൻ ചെയ്തൊരു അത് ഒന്നും കൂടി അതോട് പറയും, നന്ദി പറഞ്ഞപ്പോഴും കൂടി ഓർമ്മയാത്. ആ മനുഷ്യൻ ചെയ്തൊരു പണിയുണ്ട്. തന്റെ അച്ചീവ്മെന്റുകളും തന്റെ വിജയങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു തന്റെ നാട്ടിലേക്ക് ഒരു വരവുണ്ട് ആ ഇതിഹാസ താരത്തിന്. ആ ഇതിഹാസ താരം നാട്ടിലേക്ക് വന്നിട്ട് ആദ്യം അന്വേഷിച്ചത് ആ പാതിര 1 മണിക്ക് എന്റെ വിശപ്പ് മാറ്റാൻ ഹോട്ടലിന്റെ ബാക്കിൽ നിന്ന് വിളിച്ച ലേഡിയാണ് അന്വേഷിച്ചത്. ലേഡി അന്വേഷിച്ചിട്ട് റൊണാൾഡോ ചെയ്തൊരു പണിയുണ്ട്. ആ നാട്ടിലെ ആ പ്രദേശത്തെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു റെസ്റ്റോറന്റ് ആ ലേഡിക്ക് ആ പെണ്ണിന് വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോന്ന റൊണാൾഡോ. അത് നന്ദിയുടെ ഒരു ഭാഗമാണ്. ഇന്ന് കുഞ്ഞുമക്കൾ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത മനുഷ്യനെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഓർത്തു പോകുന്നത് അവർക്ക് പലപ്പോഴും, അല്ലെങ്കിൽ ആരോർക്കാനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ആദ്യം പറഞ്ഞു ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാനൊരു മൈ ലൈഫ് ചെയ്യുന്നത് പറയാൻ പറ്റാവുന്നൊരു. ഇപ്പൊ നിങ്ങളിങ്ങനെ നെഞ്ചത്തെ കൈവച്ചിട്ട് ഇങ്ങനെ ഈ ജില്ല ആളുകൾ ആലോചിച്ച് നോക്കും, ഞാൻ മൈ ലൈഫിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, വെൽനസ് പ്രൊഡക്റ്റുകളിൽ ബിസിനസ് ചെയ്യലാണ്, കച്ചവടം ചെയ്യലാണ് എന്റെ പണി. ആളെ പറ്റിക്കലല്ല, ആളെ ചേർക്കലല്ല, പക്ഷെ ആളുകൾ വേണം, അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാകണം, അവർക്ക് ഹെൽത്തിയായും വെൽത്തിയായും നേട്ടങ്ങൾ ഉണ്ടാക്കലാണ് എന്റെ പണി. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ എനിക്കിങ്ങനെ കിട്ടുന്നു. അതങ്ങനെ കിട്ടുന്നത് എന്റെ വളരെ പ്രധാന ഒരു പ്രവാചക വചനമുണ്ട്, നീ ഒരാളെ സഹായിച്ചു കൊണ്ടിരിക്കും, നിന്നെ സഹായിക്കാൻ ദൈവം ഒരു പ്രതിനിധിയെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ സഹായിക്കുന്ന കാലത്തൊക്കെ നിന്റെ സഹായം അതെന്നെ നമ്മളിൽ കാണുന്നത്. അതുണ്ടാകും നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രവാചക വചനമാണ്. ഇതാ നമ്മൾ ചെയ്യുന്ന. അപ്പൊ ഉണ്ടാവുക. രാവിലെ ഇറങ്ങുമ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാള് നമ്മളൊരു പേസ്റ്റ് അവിടെ അങ്ങനെ തുടങ്ങിയില്ലേ, ഇന്നൊരു പെണ്ണു വന്നിരുന്നു, ഇതെന്റെ സാധനം എല്ലാരും കൊടുക്കണില്ലേ. ഇന്നലെ ഒരാളോ രണ്ടാളുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തു. ഈ പച്ചക്കറിക്കട, അത് പച്ചക്കറിക്കട. ആ ചുറ്റുവട്ടത്ത് കണ്ണെത്താകുന്ന ദൂരത്ത് നമ്മൾക്ക് ആ വട്ടം എന്നൊക്കെ പറയില്ല, അവിടെ തന്നെ ഒരു 4-5 പച്ചക്കറി കട. ഞാൻ ചോദിച്ചു ഇവിടെ എല്ലാവരും തക്കാളി ഉണ്ട്, ഇവിടെ എല്ലാ സാധനം ഉണ്ട്, ഇവർക്കൊക്കെ ഇങ്ങനെ എല്ലാരും വിൽക്കുന്നത് വിൽക്കാൻ പറ്റും, നമ്മളെ സാധനം മാത്രം എല്ലാരും വിൽക്കുന്നത്. ഇപ്പൊ എന്തൊരു സുഖ നമുക്ക്. ഈ സാധനം ആരോടും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട എല്ലാവർക്കും അറിയാം, ഈ വിഷയം ആരോടും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട എല്ലാവർക്കും അറിയാം, നമുക്ക് അന്നൊരു സുഖമല്ലേ. അപ്പൊ ഒരാളിത് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹോട്ടൽ മുമ്പിൽ പീന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വിശലടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് എന്റെ നല്ല അറിയുന്നത്, ഞാൻ ചായ കുടിക്കാൻ ചെന്നപ്പോ അയാള് വന്ന് ബഹുമാനത്തോടു കൂടി എന്നെ ഹോട്ടലൊക്കെ കയറ്റി ആൾക്കാരെ പുറത്തേക്ക്. ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇതിന് വൈകുന്നേരം വരെ ഇങ്ങനെ വെയിലുണ്ട് പിശലും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ കിട്ടുക എന്നൊക്കെ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയൊന്നും കഷ്ടപ്പെടണ്ടല്ലോ, ഒരു പ്രാവശ്യം വിറ്റാൽ തന്നെ കിട്ടൂ.
നിങ്ങളൊന്ന് മാറി അത് ഇങ്ങനെ 4 പേരെ അല്ലെങ്കിൽ 10 പേരൊക്കെ ഒരു ഒരാൾ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഫ്രീ ആവൂലേ? നമുക്ക് നടക്കൂലപ്പ. ഇവിടെ ഈ വെയിലും മഴയും കൊണ്ടിട്ട് ഇതിങ്ങനെ പറ്റും നടക്കുന്ന ഒരു മനുഷ്യന് ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ഇതിന്റെ ഒരു സാധനമാണ് നോക്കാൻ കഴിയില്ല എന്ന് പറയാൻ അയാൾ തീരുമാനിച്ച കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, അയാളെ തളർത്തുന്ന, അയാൾ അവിടുന്ന് 100 വണ്ടിക്ക് പിശലടിക്കുമ്പോഴേ ഒരു വണ്ടി നിർത്തണേ, അയാളെ നിരാശപ്പെടുത്തുന്നില്ലല്ലോ. നമ്മൾ ഏറി വന്നൊരു 10 ആളോട് പറഞ്ഞാൽ എന്തായാലും 4 ആളെ സ്വീകരിക്കുന്നുണ്ട്. ഇനി എന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത്? ഒരിക്കലും നിരാശപ്പെടാൻ വകുപ്പില്ല. അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ എല്ലാവർക്കും അറിയാം, അതെല്ലാരും കേട്ടിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിന്റെ സ്വഭാവം ഉണ്ടാവും. എല്ലാവരും തുടങ്ങിയ ആളുകൾ മുഴുവൻ ഇത് കൊണ്ടുപോകണമെന്നില്ല, തുടങ്ങിയ ആളുകൾ മുഴുവൻ പൂർത്തിയാക്കണമെന്നില്ല, നിർത്തുന്ന ആളുകൾ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ നിർത്തുന്ന കച്ചവടക്കാരുള്ളത് കൊണ്ടാണ് കുറെ ബ്രോക്കർമാർക്ക് പണി തന്നെ. കാരണം അത് ഹോട്ടൽ വേറെ ആക്കി വിറ്റ് അപ്പീടിയ വേറെ ആൾ കൊണ്ടുപോയി. അയാൾ വന്ന് അന്വേഷിച്ച പറയുന്നത് കുറെ ആളൊക്കെ നടത്തിയതാണ്. അപ്പം ബ്രോക്കർ പറഞ്ഞു അയാളുടെ മോശം കൊണ്ടാണ്, അയാൾ നടത്തുന്ന അറിയാത്തതുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. എന്നപ്പൊ ഇയാൾ അതിനെ പറ്റിയ ആളൊക്കെ കൊണ്ടുവന്നു, ഇയാളും കൂട്ടി. എന്നാലും വേറെ ആൾ നിൽക്കുന്നുണ്ട്. ദുനിയാവിലെ ഇതല്ലാത്ത എല്ലാ കച്ചവടവും നിർത്തിപ്പോയ ആളുകളും നിർത്താൻ ആളുകളും ഒക്കെ തുടങ്ങുന്നുണ്ട്. നമുക്ക് മാത്രം ഒരാൾ ചെയ്തിട്ട് അയാൾ നിർത്തിപ്പോയാൽ അയാളുടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുണ്ട്. കാരണം കമ്പനിയുടെ കാരണം കൊണ്ട് നിർത്തേണ്ടി വരില്ല. കമ്പനിയുടെ കാരണം കൊണ്ട് നിർത്തേണ്ടി വരില്ല എന്ന് പറയാൻ കാരണം ആ കമ്പനി അത്രയേറെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോരായ്മയുണ്ടോ? അത്ര സ്ട്രോങ് മാനേജ്മെന്റ് ആണ്. അത് വെറുതെ അവകാശപ്പെടുകയില്ല. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരാളെ കുറിച്ചൊരു പരാതി വന്നാൽ പോലും അത് അങ്ങേയറ്റം അന്വേഷിച്ചിട്ട് മാത്രമാണ് ഇയാൾ ഈ മൈലൈഫിന് പറ്റുമെന്നുള്ള ആലോചിച്ചിട്ട് മാത്രമേ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കമ്പനി പ്രൊഡക്റ്റ് പുൽപ്പള്ളിക്കടുത്തൊരു വീട്ടിൽ ചെന്നിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനിത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഊണ്ടിയിലെത്തിയപ്പോ ആ ഇരിക്കുന്ന ആള് എഴുന്നേറ്റ് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഊണ്ടിയിൽ നിർപ്പാണേ അയാൾ അസാധ്യ റിസൾട്ട് ആട്ടോ, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാള് അങ്ങ് പറയാൻ തുടങ്ങി. അവിടെ വിട്ടു. അയാളോട് പറഞ്ഞു ഇതന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് ഗുണമെന്നൊക്കെ പറഞ്ഞു. അത് കുറച്ച് ഇങ്ങനെ ചമ്പി ഇതിലാണ് എനിക്ക് മാറ്റം കിട്ടിയപ്പോ ഞാൻ 5 പേർക്ക് 5 ആളുകൾക്ക് അത് റെക്കമെൻഡ് ചെയ്തോട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അവരോട് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഡൗട്ടിന് വകുപ്പില്ല. അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ റീപർച്ചേസ് ഒക്കെ നടക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടത്? അപ്പൊ നമ്മളുള്ള നല്ല കച്ചവടം, സത്യസന്ധമായി ചെയ്യാൻ പറ്റാവുന്ന കച്ചവടം, നല്ല മാനേജ്മെന്റ്, അതേപോലെ തന്നെ നല്ല പ്രൊഡക്റ്റുകൾ, റിസൾട്ടുള്ള പ്രൊഡക്റ്റുകൾ, ലീഡേഴ്സോ പക്ക കൂടെ നിൽക്കുന്ന ലീഡേഴ്സ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ ഈ ഇതിലുണ്ടായിട്ടുള്ള പൂവുകളാണ്. സുഗതം വിടർത്തിയ ആളുകൾ പറിച്ചു മണത്ത് അല്ലെങ്കിൽ അതുകൊണ്ട് അത്തറുണ്ടാക്കുന്ന ഫ്ലവറുകൾക്കൊന്നും അറിയില്ല. ഞാനുണ്ടായ മരത്തിന്റെ വേരുകൾ കുടിച്ച നീരെന്താണ്, അവരനുഭവിച്ച ത്യാഗം എന്താണ്, അവരുടെ പ്രയാസം എന്താണ്, ആ വേരുകളിൽ ഏതൊക്കെ വെള്ളമാണ് ചെന്നത്, ഇതൊന്നും മരം ആരെയും അറിയിക്കാതെ നല്ല സ്മെല്ലുള്ള വാസനയുള്ള ഫ്ലവർ പുറത്തു തന്നത് പറിച്ച് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം ഫ്ലവറുകൾ ആസ്വദിക്കുന്നവരാണ്. കാരണം ഇതിന്റെ ആദ്യകാലങ്ങളിൽ നിയമപരമായും പ്രയാസങ്ങൾ ഒരുപാട്. തൊട്ടടുത്ത വീട്ടിന്റെ മൂക്കിന്റെ മുമ്പിൽ തന്നെ GTS സെന്ററുകൾ ഇല്ലാത്തൊരു കാലം, പ്രൊഡക്റ്റുകൾ തൊട്ടടുത്തൊന്നും കിട്ടാതെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി വാങ്ങേണ്ട കാലം, ആളുകൾ ഇത് പൂർണ്ണമായി അറിയാത്തവർ, ഇവർ ലീഡർ 10,000 വാങ്ങിയ ലീഡർമാരെ കൊണ്ട് കാല് തടവിയിട്ട് വീണു പോകുന്ന തരത്തിലേക്ക് തട്ടി നടക്കാൻ കഴിയും. നല്ല വീട്ടുകളൊക്കെ ആളുകൾ, പല രീതിയിലുള്ള ആളുകളൊന്നപ്പോ ഇത് പരസ്യമായി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, പക്ഷെ നമ്മളെ ബോധ്യപ്പെടുത്തുക, നമ്മളുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക, ഞാൻ അതിലാണുള്ളതെന്നും ഇത്തരമൊരു അവസരമാണ് എനിക്ക് കിട്ടിയതെന്നും ഇത് സമൂഹത്തിനും രാജ്യത്തിനും നിലനിൽപ്പിന്റെ ആവശ്യമാണ്, അതിലേക്കാണ് എന്നെ ദൈവം തെരഞ്ഞെടുത്തെന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക. എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും, മക്കൾ ഇഷ്ടപ്പെടുന്നത് പോലെ, ഭാര്യ ഇഷ്ടപ്പെടുന്നത് പോലെ, കുടുംബം ഇഷ്ടപ്പെടുന്നത് പോലെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടപ്പെട്ടവനായി ജീവിക്കാൻ പറ്റിയിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളുള്ളതെന്ന് ബോധ്യപ്പെടുക. ഇത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിളിച്ച കരീം സാറിനും MCR നും എല്ലാവർക്കും ഒരുപാട് നന്ദി. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.